Hello, good evening all of you. Good evening. മക്കളെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? Good evening all of you. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം ചാപ്റ്റർ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ നോക്കൂ. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻ എന്താണെന്ന് നമുക്കറിയാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിലെ ഇൻവേഴ്സ് എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? ഒരു ഫംഗ്ഷൻ അത് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം. ഇത് രണ്ടും നമുക്കറിയാം. ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കണം, ദാറ്റ് ഈസ് 1 ആൻഡ് ഓൺ 2 ആകുമ്പോഴാണ് അതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും മെനി വൺ ഫംഗ്ഷൻസ് ആണ് എന്ന് നമുക്കറിയാം. എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്? മെനി വൺ ഫംഗ്ഷൻസ് ആണ്. ദെൻ അത് 1 ഓൺ 2 ആവണമെങ്കിൽ നമുക്കറിയാം അതിൻ്റെ ഡൊമൈനെ റെസ്ട്രിക്റ്റ് ചെയ്യണം. റെസ്ട്രിക്റ്റഡ് ഡൊമൈൻ, അതിനെയാണ് നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത്. അതിൽ ഡിഫൈൻ ചെയ്യുന്ന ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ബോത്ത് 1 ആൻഡ് ഓൺ 2 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഫംഗ്ഷൻ 1 ആൻഡ് ഓൺ 2 ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള കേസിൽ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ റേഞ്ച് ആണെന്നും അതുപോലെ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഫംഗ്ഷൻ്റെ ഡൊമൈൻ ആണെന്നും നമുക്കറിയാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നമുക്ക് അറിയുന്നതാണ്. ഇവിടെ നോക്കൂ, നമ്മുടെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ ആൻഡ് റേഞ്ച് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇതിനകത്ത് ഫസ്റ്റ് കോളം നമുക്കറിയാം. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് നോക്കൂ, ഡൊമൈൻ എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത് -1 to 1 ആണ്. അതുപോലെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് എക്സ് -1 to 1 അതിൻ്റെ റേഞ്ച് 0 to π ആണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സ് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് R- ഓപ്പൺ ഇൻ്റർവെൽ -1, അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -π/2 to π/2 -0 ആണ്. സീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്ന ട്രിഗണോമെട്രിക് ഇൻവേഴ്സ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഡൊമൈൻ R-1 ആണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 to π -π/2 ആണ്. ടാൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂസ് ആണ്. അതിൻ്റെ റേഞ്ച് -π/2 to π/2 ആണ്. ഓപ്പൺ ഇൻ്റർവെൽ -π/2 to π/2 ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ കോട്ട് ഇൻവേഴ്സ് എക്സ്, അതിൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂസ് ആൻഡ് റേഞ്ച് എന്ന് പറയുന്നത് 0 to π ആണ്. ഇത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, ഇനി ഈ വാല്യൂസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യണം. പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്ന് പറയുന്നത് നമ്മൾ ബൈഹാർട്ട് ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമുക്കറിയാം ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രോപ്പർട്ടീസുകളാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസുകളാണ്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓരോന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. ഫസ്റ്റ് പ്രോപ്പർട്ടി സൈൻ ഇൻവേഴ്സ് ഓഫ് -x. നോക്കൂ, സൈൻ ഇൻവേഴ്സ് ഓഫ് -x എന്തിനോട് ഈക്വൽ ആണ്? -sin ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. അവിടെയുള്ള കണ്ടീഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 1. നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് -x. നോക്കൂ, കോസ് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? π- കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. കണ്ടീഷൻ സെയിം തന്നെയാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ -1, 1 എക്സിൻ്റെ വാല്യൂ എക്സിസ്റ്റ് ചെയ്യേണ്ടത്. ടാൻ ഇൻവേഴ്സ് ഓഫ് -x എന്തിനോട് ഈക്വൽ ആണോ? ടാൻ ഇൻവേഴ്സ് ഓഫ് -x ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ് ഫോർ ഓൾ റിയൽ വാല്യൂസ് ഓഫ് എക്സ്. നെക്സ്റ്റ് വൺ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്തിനോട് ഈക്വലാ? കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വലാ. എന്താ കണ്ടീഷൻ? നോക്കൂ, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -∞ to -1 യൂണിയൻ 1 to ∞ ആയിരിക്കണം. ദാറ്റ് ഈസ് ഇതിനെ നമുക്ക് വേറെ രീതിയിൽ R- ഓപ്പൺ ഇൻ്റർവെൽ -1, 1 എന്ന് പറയാം. നെക്സ്റ്റ് സീക്ക് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് എന്തിനോട് ഈക്വലാ? π- സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വലാ. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വലാ. സെയിം കണ്ടീഷൻ തന്നെയാണ്. -∞ മുതൽ -1 ദെൻ 1 to ∞. ആ ഒരു വാല്യൂലാണ് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്തിനോട് ഈക്വൽ ആണോ? π- കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ്. അവിടെ എക്സിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂസിൽ അത് അപ്ലിക്കബിൾ ആണ്. നെക്സ്റ്റ് വൺ അവിടെ നോക്കൂ, കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ്. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ് അവിടെ പറയുന്നത്, പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ പറയുന്നത്. കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 മൈനസ്
സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ഓർ അതർവൈസ് നമുക്ക് എങ്ങനെ പറയാം, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 എന്ന് പറയാം. അവിടെയും നമുക്ക് കണ്ടീഷൻ ഉണ്ട്. എന്താ മക്കളെ കണ്ടീഷൻ? ക്ലോസ്ഡ് ഇന്റർവൽ -1,1 എക്സ് ഡിഫൈൻ ചെയ്യേണ്ടത്. റെഡിയാണോ? നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് -x എന്ന് പറയുന്നത് എന്തിനോട് ഈക്വല? π/2 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതർവൈസ് അതിനെ നമുക്ക് എങ്ങനെ പറയാടോ? നോക്കൂ, അവിടെ നമുക്ക് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്തിനോട് ഈക്വല? π/2 ഈക്വലാണ്. ക്ലിയർ ആണോ? ഞാൻ പറയുന്നത് ക്ലിയർ ആണോ? റെഡി. ഇനി നോക്കൂ, അടുത്തതായിട്ട് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2 മൈനസ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. എന്താണ് അവിടുത്തെ കണ്ടീഷൻ? അവിടെ ഡിഫൈൻ ചെയ്ത് ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് നമുക്കറിയാം -∞ to -1 to 1 to ∞. ആ ഒരു റേഞ്ചിനകത്തായിരിക്കണം നമ്മുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. നെക്സ്റ്റ് അടുത്തതായിട്ട് അടുത്ത സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓരോന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക. പ്രോപ്പർട്ടീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് പ്രോപ്പർട്ടീസ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് അടുത്തത് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിനെ നമുക്കറിയാം, അതിനെ സൈൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയാം. ഓർ അതർവൈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/xനെ നമുക്ക് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയാം. നോക്കൂ, അതിനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സിന്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. റെഡിയാണോ? നെക്സ്റ്റ് സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്. സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സിനെ നമുക്ക് എന്ത് പറയാം? സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയാം. അവിടെയും കണ്ടീഷൻ സെയിം തന്നെയാണ്. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -1 ഓർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. നെക്സ്റ്റ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതിനെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയാം. ഇവിടെ കണ്ടീഷൻ ഉണ്ട്. ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയണമെങ്കിൽ എക്സ് പോസിറ്റീവ് ആയിരിക്കണം, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കണം. നോക്കൂ, രണ്ടാമത്തെ കണ്ടീഷൻ പറയുന്നത് എന്താ? എക്സിന്റെ വാല്യൂ ലെസ് ദാൻ 0 ആണെങ്കിൽ അവിടുത്തെ കണ്ടീഷൻ എന്താ? π പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x ആണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സ് പോസിറ്റീവ് ആവുന്ന കേസിൽ മാത്രമാണ് നമ്മൾ ഡയറക്റ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്ന് പറയുന്നത്. സപ്പോസ് എക്സ് നെഗറ്റീവ് ആണെങ്കിൽ അതിനെ നമ്മൾ π പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/x എന്നാണ് പറയുന്നത്. റെഡിയല്ലേ മക്കളെ? യെസ്. ഇനി നോക്കൂ, അടുത്ത സെറ്റിലേക്ക് നമ്മൾ പോകുന്നു. സൈൻ ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ്, സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. എടോ, സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ഓർ കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് 1 - x² ആണ്. അവിടെ കണ്ടീഷൻ ഉണ്ട്, -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. നോക്കൂ, സൈൻ ഓഫ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നതും കോസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതും സ്ക്വയർ റൂട്ട് ഓഫ് 1 - x² ഈക്വൽ ആണ്. അടുത്ത കണ്ടീഷൻ പറയുന്നത് നോക്കൂ, ടാൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. ടാൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു 1/x. എവിടെയാണ് അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്? എക്സ് ബിലോങ്സ് ടു റിയൽ നമ്പർ. എക്സിന്റെ വാല്യൂ 0 ആവാൻ പാടില്ല. എക്സ് 0 ആയിട്ടുണ്ടെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കൂ, കൊസീക്ക് ഓഫ് സീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് അതിന്റെ വാല്യൂ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക. mod x ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് x² - 1 ആയിരിക്കും. കണ്ടീഷൻ എന്താ? mod xന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കണം. mod x ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. റെഡി? നോക്കൂ, നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസിലേക്കാണ് നമ്മൾ പോകുന്നത്. അടുത്ത സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് ശരിക്കും ശ്രദ്ധിക്കണേ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ. നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈ എന്തിനോട് ഈക്വൽ ആണോ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 - xy. എന്താ കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് xy എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. xy ലെസ് ദാൻ 1 ആണെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 - xy. റെഡിയാണോ? ഇനി നോക്കൂ, അതിന്റെ അടുത്ത കണ്ടീഷൻ xy എന്ന് പറയുന്നത് സപ്പോസ് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ xy എന്ന് പറയുന്നത്
പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ നോക്കൂ. പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ നോക്കൂ. പ്രോഡക്റ്റ് ഓഫ് എക്സ് ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ വാല്യൂ എന്താണോ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു പൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്നാണ്. പൈ പ്ലസ് tan inverse of x plus y divided by 1 minus xy. And the next condition നോക്കൂ. x greater than 0, x greater than or equal to 0, y greater than or equal to 0 and xy equal to 1. ആ കേസിൽ എന്താണോ? ആ tan inverse x plus tan inverse y യുടെ വാല്യൂ പൈ ബൈ 2 ആയിരിക്കും. xy നമുക്കറിയാം, xy എന്ന് പറയുന്നത് 1 ആവുന്ന കേസിൽ ഡിനോമിനേറ്ററിൽ 1 മൈനസ് 1, ഡിനോമിനേറ്റർ 0 ആയിരിക്കും, നോട്ട് ഡിഫൈൻ. അപ്പം നമുക്ക് ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് പൈ ബൈ 2 എന്ന് പറയുന്ന ആംഗിൾ ആയിരിക്കും. നെക്സ്റ്റ് അടുത്ത പ്രോപ്പർട്ടി നോക്കൂ. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ വാല്യൂ നോക്കൂ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. എന്താ കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ക്ലിയർ ആണോ? പ്രോപ്പർട്ടി നമ്പർ 5 നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് സെറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് നോക്കൂ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ എന്നുള്ളത് 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. അവിടെ കണ്ടീഷൻ എന്ന് പറയുന്നത് മോഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ റൂട്ട് 2. ദാറ്റ് മീൻസ് എക്സിൻ്റെ വാല്യൂ മൈനസ് 1 ബൈ റൂട്ട് 2ൻ്റെയും അതുപോലെ 1 ബൈ റൂട്ട് 2ൻ്റെയും ഇടയിലായിരിക്കണം. ഇനി അതല്ല, എക്സിൻ്റെ വാല്യൂ റൂട്ട് 2നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ എന്തായി മാറും? പൈ മൈനസ് 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയി മാറും. സപ്പോസ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 1 ബൈ റൂട്ട് 2, മൈനസ് 1 ബൈ റൂട്ട് 2 ആണെങ്കിൽ അതെന്തായി മാറും? മൈനസ് ഓഫ് പൈ പ്ലസ് 2 ടൈംസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയി മാറും. റെഡിയാണോ? അപ്പോൾ ഇതാണ് സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഫോർമുലയായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നെക്സ്റ്റ് വൺ കോസ് ഇൻവേഴ്സ് ഓഫ് 2x സ്ക്വയർ മൈനസ് 1. നോക്കൂ, അതിൻ്റെ ഫോർമുല എന്താ? 2 ടൈംസ് കോസ് ഇൻവേഴ്സ് എക്സ് ആയിരിക്കും. എന്താ എക്സിൻ്റെ കണ്ടീഷൻ? എക്സ് എന്ന് പറയുന്നത് 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. 0യുടെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. റെഡി? ഇനി നോക്കൂ, നെക്സ്റ്റ് വൺ അടുത്ത കേസായിട്ട് പറയുന്നത് 2π മൈനസ് 2 ടൈംസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. എപ്പോഴാ കണ്ടീഷൻ? എക്സിൻ്റെ വാല്യൂ -1 ഓർ ഗ്രേറ്റർ ദാൻ -1 ആൻഡ് ലെസ് ദാൻ 0 ആയിരിക്കണം. ആ ഒരു കേസിൽ നമുക്ക് പറയാം കോസ് ഇൻവേഴ്സ് ഓഫ് 2x സ്ക്വയർ -1 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആയിരിക്കും? 2π മൈനസ് 2 ടൈംസ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേ, ക്ലിയർ ആണോ? റെഡി? നെക്സ്റ്റ് അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസിലേക്കാണ് നമ്മൾ പോകുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്തിനോട് ഈക്വൽ ആണ്? വിച്ച് ഈസ് ഈക്വൽ ടു 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. എന്താ കണ്ടീഷൻ? മോഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആയിരിക്കണം. നെക്സ്റ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് പൈ പ്ലസ് 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ -1നേക്കാൾ ലെസ്സർ ആണെങ്കിൽ, സപ്പോസ് എക്സിൻ്റെ വാല്യൂ 1നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ആ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഓഫ് പൈ മൈനസ് 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. മൈനസ് ഓഫ് പൈ മൈനസ് 2 ടൈംസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വൺ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തിനോട് ഈക്വലാ? 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സിനോട് ഈക്വൽ ആണ്. എന്താ കണ്ടീഷൻ? മോഡ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. നെക്സ്റ്റ് കണ്ടീഷൻ എന്താ? പൈ മൈനസ് 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്നതായിരിക്കും എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ. ആൻഡ് നെക്സ്റ്റ് വൺ മൈനസ് ഓഫ് പൈ മൈനസ് 2 ടാൻ ഇൻവേഴ്സ് എക്സ് ആയിരിക്കും എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ -1 ആണെങ്കിൽ. റെഡിയാണോ? നെക്സ്റ്റ് കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇതൊക്കെ നമ്മൾ പഠിക്കേണ്ട റിസൾട്ടുകളാണ്. കോസ് ഇൻവേഴ്സ് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്തിനോട് ഈക്വൽ ആണ്? 2 ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. എപ്പോഴാണ്? എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെങ്കിൽ
അതല്ലെങ്കിൽ -2 tan inverse x ആണ്. അത് എക്സിന്റെ വാല്യൂ നെഗറ്റീവ് ആകുന്ന കേസിലാണ്. റെഡി? യെസ്. നെക്സ്റ്റ് അടുത്തത് നോക്കൂ, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ π/2, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സിന്റെ വാല്യൂ π/2, സീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് എക്സ് ഈക്വൽ ടു π/2. ഇനി നോക്കൂ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടുകളാണ്, ഇത് നമ്മൾ നോട്ട് ചെയ്യണം. നോക്കൂ, ഇഫ് ടാൻ ഇൻവേഴ്സ് എക്സ്, നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് സെഡ്, 3 ടാൻ ഇൻവേഴ്സുകളുടെ സം എന്ന് പറയുന്നത് പൈ ആണെങ്കിൽ അവിടെയുള്ള കണ്ടീഷൻ ഓർത്തു വെക്കുക. എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ഇൻറ്റു സെഡിനോട് ഈക്വൽ ആയിരിക്കും. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് സെഡ് ഈക്വൽ ടു പൈ ആണെങ്കിൽ എക്സ് പ്ലസ് വൈ പ്ലസ് സെഡ് ഈക്വൽ ടു എക്സ് വൈ സെഡ് ആയിരിക്കും. നെക്സ്റ്റ് കണ്ടീഷൻ നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ പ്ലസ് ടാൻ ഇൻവേഴ്സ് സെഡ് ഈക്വൽ ടു π/2 ആണെങ്കിലോ, π/2 ആണെങ്കിൽ അവിടെ കണ്ടീഷൻ എന്താ? എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സ് സെഡ് ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ കണ്ടീഷൻസ് ഓർത്ത് വെക്കുക. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് താഴെ തന്നിട്ടുണ്ട്. നോക്കൂ, ഒരു പർട്ടിക്കുലർ റിസൾട്ട് നോക്കൂ. ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 3 വാല്യൂ എത്ര? പൈ ആണ്. നോക്കൂ, അവിടെ നമ്മൾ 1 പ്ലസ് 2 പ്ലസ് 3 ചെയ്താൽ നമുക്ക് 1 ഇൻറ്റു 2 ഇൻറ്റു 3 സെയിം വാല്യൂ തന്നെയാണ്. ആ രണ്ട് വാല്യൂസും സെയിം ആണ്. അതുപോലെ ടാൻ ഇൻവേഴ്സ് 1 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/2 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/3 ആൻസർ എത്രയാ? π/2 ആണ്. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് ടേംസുകളുടെ പ്രോഡക്റ്റ്, ആ ടാൻ ഇൻവേഴ്സിനകത്ത് വരുന്ന ടേംസുകളുടെ രണ്ട് ടേംസുകളുടെ പ്രോഡക്റ്റ് എടുത്തിട്ട് സം എടുത്താൽ നമുക്ക് 1 ആയിരിക്കും ആൻസർ ആയിട്ട് കിട്ടുന്നത്. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ? യെസ്. ഇനി നോക്കൂ, നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ. അടുത്ത സെറ്റ് ഓഫ് ഇക്വേഷൻസ് ആണ്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ എന്തിനോട് ഈക്വൽ ആണോ? ഇമ്പോർട്ടൻ്റ് ആണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അതാണ് കണ്ടീഷൻ ആയിട്ട് വരുന്നത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് സൈൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഇനി അടുത്ത കേസായിട്ട് പറയുന്നത് അതേ റിസൾട്ട് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? പൈ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ആയിരിക്കും. അവിടെ കണ്ടീഷൻ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y greater than or equal to 0 and x square plus y square should be greater than 1. റെഡി ആണോ? ഇനി നോക്കൂ, നെക്സ്റ്റ് റിസൾട്ട് കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ. നോക്കണേ, കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് വൈ എന്തിനോട് ഈക്വലാ? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ മൈനസ് ഓഫ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. റെഡിയാണോ? കണ്ടീഷൻ എന്താ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നെക്സ്റ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് മൈനസ് സൈൻ ഇൻവേഴ്സ് വൈ. നേരത്തെ പ്ലസ് പറഞ്ഞു, അതേ ടേം മൈനസ് വരുന്ന സമയത്ത് അവിടെ മൈനസ് ആണ് ടേംസുകൾക്കിടയിൽ വരുന്നത്. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ മൈനസ് വൈ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. ഓക്കെ, ഞാൻ എല്ലാ പ്രോപ്പർട്ടീസും കംപ്ലീറ്റ് ആയിട്ട് പറയാണ്, ഓരോന്നായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി നോക്കൂ, കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് വൈ. കോസ് ഇൻവേഴ്സ് എക്സ് മൈനസ് കോസ് ഇൻവേഴ്സ് വൈ എന്താ റിസൾട്ട്? കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ. എന്താ കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ഓക്കെ, അതർവൈസ് അതിന്റെ കണ്ടീഷൻ എന്താ? നോക്കൂ, മൈനസ് ഓഫ് കോസ് ഇൻവേഴ്സ് ഓഫ് എക്സ് വൈ പ്ലസ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ. എന്താണ് അവിടുത്തെ കണ്ടീഷൻ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ. ക്ലിയർ ആണോ? റെഡി? അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടീസ് നന്നായിട്ട് മനസ്സിലാവാതെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് എഴുതി എന്ന് വിചാരിക്കുന്നു. നോക്കൂ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
റെഡി? എല്ലാവരും റെഡിയാണോ? റെഡി? ശരിക്കും ശ്രദ്ധിക്കണേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. The domain of the function f of x equal to sin inverse of x square minus 3x plus 2 divided by x square plus 2x plus 7. ഇവിടെ ആൻസർ കിട്ടിയവർ ഓരോന്നായിട്ട് കമൻറ്റ് ചെയ്യണം. ഇവിടെ നോക്ക്, എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാം. സൈൻ ഇൻവേഴ്സ് എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യം -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോക്കിക്കോ, -1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് 3x പ്ലസ് 2 ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കണം. ദാറ്റ് മീൻസ് ആ സൈൻ ഇൻവേഴ്സ് ഡിഫൈൻ ചെയ്ത ഉള്ളിലുള്ള ടേം എന്ന് പറയുന്നത് -1ൻ്റെയും 1ൻ്റെയും ഇടയിലായിരിക്കണം. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഓപ്ഷൻസ് 4 ഇൻ്റർവെല്ലുകൾ തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് അപ്രോച്ച് ചെയ്യാം. ഇവിടെ നോക്കൂ, ഈ ഓരോ ഓപ്ഷൻസും നമ്മൾ കമ്പയർ ചെയ്യും. ഫസ്റ്റത്തെ ഓപ്ഷൻ അതുപോലെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത് ഇവയിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഫസ്റ്റ് ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് 0 എന്ന് പറയുന്ന വാല്യൂ ഇല്ല. അപ്പം നമ്മൾ ആദ്യത്തെ കേസിൽ എക്സിന് 0 എന്ന് കൊടുക്കുന്നു, എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂ 0 കൊടുക്കുന്ന സമയത്ത് എക്സ് ടേമുകളൊക്കെ ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്താണ് അവിടെ വരുന്നത്? 2/7 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നത്. ആണോ? എടോ, ഈ ഒരു ടേമിനകത്ത് നമ്മൾ എക്സിൻ്റെ വാല്യൂ 0 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം 2/7 എന്ന് പറയുന്ന വാല്യൂ ആണ് അവിടെ ഫോം ചെയ്യുന്നത്. 2/7 എന്ന് പറയുന്ന വാല്യൂ നമുക്കറിയാം ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആണ്. ദാറ്റ് മീൻസ് ഇതൊരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ഓക്കെ, എക്സിന് 0 എന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്കറിയാം അവിടെ വരുന്ന 2/7 എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് നമ്മുടെ എക്സിൻ്റെ വാല്യൂ ആയിട്ട് ഡൊമൈൻ ആയിട്ട് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. അപ്പോൾ എക്സ് 0 ഇല്ലാത്ത ഓപ്ഷൻ ആയിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തതായിട്ട് അടുത്ത വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എക്സിന് ഞാൻ -1 എന്ന് കൊടുക്കുന്നു. എക്സിൻ്റെ വാല്യൂ -1. ഓപ്ഷൻ ബിയിൽ -1 എന്ന് പറയുന്ന വാല്യൂ ഇൻക്ലൂഡഡ് അല്ല. ഓപ്പൺ ഇൻ്റർവെൽ -1 to 2 അല്ലേ. -1 കൊടുക്കുന്ന സമയത്ത് -1 സ്ക്വയർ -3 × -1 പ്ലസ് 2 ഡിവൈഡ് ബൈ -1 സ്ക്വയർ പ്ലസ് 2 × -1 പ്ലസ് 7 എന്നാണ് കിട്ടുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ അവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയാണ് കിട്ടുക? 1 + 3 + 2 ദാറ്റ് ഈസ് അവിടെ നമുക്ക് 6 ഡിവൈഡ് ബൈ 6 എന്ന് വരും. 6 ഡിവൈഡ് ബൈ 6 ദാറ്റ് ഈസ് 1 ആണ് വരുന്നത്. 1 എന്ന് പറയുന്ന ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അവിടെ സോൾവ് ചെയ്താൽ നമുക്ക് 1 കിട്ടുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ദാറ്റ് മീൻസ് -1 എന്ന് പറയുന്നതും എക്സിന് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. -1 ഇല്ലാത്ത ഇന്റർവെൽ ഓപ്ഷൻ ബി ആണ്. അതിനെ ഞാൻ എലിമിനേറ്റ് ചെയ്തു. ഇനി ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും കമ്പയർ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ടേമിനകത്ത് ഒരു ഇന്റർവെല്ലിനകത്ത് ഉള്ളതും മറ്റൊരു ഇന്റർവെല്ലിനകത്ത് ഇല്ലാത്തതുമായിട്ടുള്ള വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എക്സിന് എന്ത് കൊടുക്കുന്നു? എക്സിന് 3 എന്ന് കൊടുക്കുന്നു. എക്സിന് 3 എന്ന് കൊടുത്താൽ നോക്കൂ, സി ഓപ്ഷനകത്ത് എക്സിന്റെ വാല്യൂ 3 എന്നുള്ളത് ഇൻക്ലൂഡഡ് ആണ്. ഡി ഓപ്ഷനകത്ത് എക്സിന്റെ വാല്യൂ 3 എന്നുള്ളത് ഇൻക്ലൂഡഡ് അല്ല. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ 3 എന്ന് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? 3² - 3 × 3 പ്ലസ് 2 ഡിവൈഡ് ബൈ 3² + 2 × 3 പ്ലസ് 7 എന്ന് വരും. ദാറ്റ് ഈസ് അവിടെ നോക്കൂ, 3² 9 ക്യാൻസലായി, 2/6 പ്ലസ് 9 15 പ്ലസ് 7 2/22 എന്നുള്ള വാല്യൂ ആണ് വരുന്നത്. വിച്ച് ഈസ് ലെസ് ദാൻ 1 ആണ് ആൻഡ് ഗ്രേറ്റർ ദാൻ -1 ആണ്. അപ്പോൾ ഇതും ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. ദാറ്റ് ഈസ് എക്സിന് 3 കൊടുക്കുമ്പോൾ കിട്ടുന്ന ടേം എന്ന് പറയുന്നത് ഒരു പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത്? എക്സിന് 3 എന്നുള്ളത് പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് നമ്മുടെ ഇന്റർവെല്ലിനകത്ത് ഇൻക്ലൂഡഡ് ആയിരിക്കണം. 3 ഇല്ലാത്ത ഇന്റർവെൽ ഏതാണ്? നോക്കൂ, 3 ഇല്ലാത്ത ഇന്റർവെൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഡി അല്ലേ. ഓപ്ഷൻ ഡിയും ഞാൻ എലിമിനേറ്റ് ചെയ്തു. അപ്പോൾ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണോ? ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ആൻസർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഓക്കെ, നമ്മൾ സാധാരണ ചെയ്യുന്നതിന് പകരമായിട്ട് ഇന്റർവെല്ലുകൾ കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യുക? ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ആൻസറിലേക്ക് എത്താൻ. ക്ലിയർ? റെഡി? ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം.
the domain of the function. Domain ആണ് ചോദിക്കുന്നത്. cos inverse of 2 sin inverse of 1 by 4x square minus 1 divided by pi. നോക്കൂ, ഈ cos inverse എന്ന് പറയുന്ന ഈ ഒരു ടേം ഡിഫൈൻ ചെയ്യുന്നത് നമുക്കറിയാം -1ന്റെയും 1ന്റെയും ഇടയിലുള്ള വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ cos ഇൻവേഴ്സിനകത്തുള്ള ടേം ഏതാണോ അത് -1ന്റെയും 1ന്റെയും ഇടയിലായിരിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം -1 less than or equal to 2 times sin inverse of 1 by 4x square minus 1 divided by pi less than or equal to 1 എന്ന് കൊടുക്കാം. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് സോൾവ് ചെയ്താൽ -pi/2 less than or equal to sin inverse of 1 by 4x square minus 1 less than or equal to pi/2. റെഡിയാണോ? അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്ത ഇന്റർവെൽ നമുക്കറിയാം, അത് -pi/2ന്റെയും pi/2ന്റെയും ഇടയിലാണ്. അപ്പോൾ ഈ കേസിൽ ഇവിടെ നമുക്ക് -pi/2 ആൻഡ് pi/2 എന്നുള്ള ടേം ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഈ അകത്തുള്ള ടേം ദാറ്റ് ഈസ് 1 by 4x square minus 1 എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ -1 ആൻഡ് 1 ആയിരിക്കണം. ദാറ്റ് ഈസ് -1 less than or equal to 1 by 4x square minus 1 less than or equal to 1 ആയിരിക്കണം. ഇപ്പോൾ ഓരോന്നും നമ്മൾ സോൾവ് ചെയ്യുന്നു. -1 into 4x square minus 1 less than or equal to 1, that is -4x square plus 1 less than or equal to 1. അവിടെ നമ്മൾ 1 ക്യാൻസൽ ചെയ്താൽ നമുക്ക് അവിടെ x സ്ക്വയർ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓർ x സ്ക്വയർ ഈക്വൽ ടു 0 ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നു. എക്സിന്റെ വാല്യൂ 0 എന്നാണ് കിട്ടുന്നത്. x ഈക്വൽ ടു 0 എന്നുള്ള ഒരു വാല്യൂ നമുക്ക് കിട്ടി. റെഡിയാണോ? നെക്സ്റ്റ് രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി ഞാൻ സോൾവ് ചെയ്യുന്ന സമയത്ത് 1 by 4x square minus 1 which is less than or equal to 1 ക്രോസ് ചെയ്യുന്ന സമയത്ത് 1 less than or equal to 4x square minus 1 അല്ലേ? ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് 2 less than or equal to 4x square അല്ലേ? ദാറ്റ് ഈസ് 1 by 2 less than or equal to x square അല്ലേ? x സ്ക്വയറിന്റെ വാല്യൂ 1 by 2നേക്കാൾ ഗ്രേറ്റർ ആവണം അല്ലെങ്കിൽ ഈക്വൽ ആവണം. നമുക്കറിയാം ഇത് സോൾവ് ചെയ്താൽ എന്ത് വരും? -∞ മുതൽ എക്സിന്റെ വാല്യൂ -∞ മുതൽ -1/√2. ഓക്കെ, ഇവിടെ ക്ലോസ്ഡ് ഇന്റർവെൽ ദെൻ യൂണിയൻ ഓഫ് അടുത്തത് നമുക്ക് എങ്ങനെയായിരിക്കും? 1/√2 മുതൽ ഇൻഫിനിറ്റി വരെ ആയിരിക്കും. ശരിയല്ലേ? എക്സ് സ്ക്വയറിന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2നേക്കാൾ ഗ്രേറ്റർ ആവുന്നത്. എക്സ് സ്ക്വയറിന്റെ വാല്യൂ 1/2 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ 1/√2 ആയിരിക്കും. പ്ലസ് ഓർ മൈനസ് വാല്യൂ വരുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഇന്റർവൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ -∞ മുതൽ -1/√2 യൂണിയൻ ഓഫ് 1/√2 ടു ഇൻഫിനിറ്റി. അപ്പോൾ ടോട്ടൽ ആൻസർ നേരത്തെ നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ഒരു ടേമിന്റെ കൂടെ 0 എന്ന് പറയുന്ന വാല്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കുക. ദാറ്റ് മീൻസ് ഇവിടെ ആൻസർ എന്താണോ? -∞ മുതൽ -1/√2 യൂണിയൻ ഓഫ് 1/√2 ടു ഇൻഫിനിറ്റി യൂണിയൻ 0. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കമന്റ് ചെയ്യുന്നുണ്ട്, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇഫ് ദ ഇൻവേഴ്സ് trigonometric functions take principal values, then cos inverse of 3/10 into cos of tan inverse of 4/3 plus 2/5 into sin of tan inverse of 4/3. ഇവിടെ നോക്കൂ, ഫംഗ്ഷൻ കോസ് ഉള്ളിലുള്ള ടേം ടാൻ ഇൻവേഴ്സ് ആണ്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്നറിയാം. എങ്ങനെ സോൾവ് ചെയ്യാം? ടാൻ ഇൻവേഴ്സ് എന്ന് പറയുന്ന ടേമിനെ നോക്കൂ, അവിടെ ടാൻ തീറ്റ എന്ന് പറയുന്ന ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ട്രയാങ്കിളിനകത്ത് 4/3 ആണ് ടാൻ തീറ്റ എങ്കിൽ നമുക്കറിയാം കോസ് തീറ്റ എന്ന് പറയുന്നത് 3/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു വാല്യൂ കിട്ടും. ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് പറയുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 3/5 ഈക്വൽ ആണ്. അതുപോലെ രണ്ടാമത്തെ ഒരു ട്രയാങ്കിൾ വരയ്ക്കുമ്പോൾ ഇതിനകത്ത് ഇത് 4 ഇത് 3 ആണ്. ദെൻ അതിനകത്ത് സെയിം വാല്യൂസ് അതിനകത്ത് സൈൻ ഇൻവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും ടാൻ ഇൻവേഴ്സ് ഓഫ് 4/3 എന്ന് പറയുന്നത് സൈൻ ഇൻവേഴ്സ് ഓഫ് നോക്കടാ, സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5 ഈക്വൽ ആണ്. റെഡിയാണോ? ഞാൻ അവിടെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് 3/10 ഇൻറ്റു കോസ് ഇൻവേഴ്സ് ഓഫ്
cos inverse of ഏതാണ് ടേം 3/5 പ്ലസ് 2/5 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് 4/5. ഓക്കെ, നമുക്ക് വേണ്ട ടേംസിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഒരു ഫംഗ്ഷനും അതിൻ്റെ ഇൻവേഴ്സ് വന്നാൽ നമുക്കറിയാം എഫ് ഇൻവേഴ്സ് ഓഫ് എക്സ് എന്ന് പറയുന്ന എക്സ് ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്കിവിടെ കോസും കോസ് ഇൻവേഴ്സും ക്യാൻസൽ ചെയ്യാം, സൈനും സൈൻ ഇൻവേഴ്സും ക്യാൻസൽ ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് വരുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് 3/10 ഇൻറ്റു 3/5 പ്ലസ് 2/5 ഇൻറ്റു 4/5. റെഡിയാണോ? ദാറ്റ് ഈസ് കോസ് ഇൻവേഴ്സ് ഓഫ് നോക്കൂ 9 ഡിവൈഡ് ബൈ 50 പ്ലസ് നെക്സ്റ്റ് 8/25 എന്ന് വരും. റെഡിയാണോ? ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഓഫ് സെയിം ഡിനോമിനേറ്റർ ആക്കുമ്പോൾ 9/50 പ്ലസ് 16/50 എന്ന് വരും. ദാറ്റ് മീൻസ് അവിടെ നമുക്ക് വരുന്നത് കോസ് ഇൻവേഴ്സ് ഓഫ് നോക്കൂ 9 + 16 25 ആണ്. 25/50 that is cos inverse of 1/2. cos inverse of 1/2. ആൻസർ എന്താണോ? π/3. യെസ്, ആൻസർ കമൻറ്റ് ചെയ്യുന്നുണ്ട്. π/3 ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ആൻസർ വിൽ ബി ഓപ്ഷൻ സി ആയിരിക്കും. ക്ലിയർ അല്ലേ മക്കളെ? ക്ലിയർ അല്ലേ? യെസ്, ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. എ പോസിബിൾ വാല്യൂ ഓഫ് tan of 1/4 into sin inverse of square root of 63/8. നോക്കൂ, tan of ഉള്ളിലുള്ള ടേം സപ്പോസ് ഒരു തീറ്റ എന്ന് ഞാൻ എടുത്തു. അങ്ങനെയാണെങ്കിൽ 1/4 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 63/8 നമുക്ക് തീറ്റ എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് റൂട്ട് 63/8 വാല്യൂ 4 തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ അവിടെ നമുക്ക് സൈൻ 4 തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടുകയാണ്. സൈൻ 4 തീറ്റ ഈക്വൽ ടു റൂട്ട് ഓഫ് 63/8 ആണ്. ക്ലിയർ ആണോ? സൈൻ 4 തീറ്റ ഈക്വൽ ടു റൂട്ട് 63/8 ആണ്. എടോ സൈൻ 4 തീറ്റയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കോസ് വാല്യൂ ഞാൻ കണ്ടുപിടിക്കുകയാണ്. നോക്കൂ, ഇത് റൂട്ട് 63 ഇത് 8 ആണെങ്കിൽ നമുക്കവിടെ റൂട്ട് 63 ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 8 ആണെങ്കിൽ ഈ വാല്യൂ എന്ന് പറയുന്നത് 64 - 63 1 ആയിരിക്കും. അപ്പോൾ സൈൻ 4 തീറ്റ എന്ന് പറയുന്നത് റൂട്ട് 63/8 ആണെങ്കിൽ കോസ് 4 തീറ്റയുടെ വാല്യൂ നമുക്ക് പറയാം 1/8 ആണ്. കോസ് 4 തീറ്റയിൽ നിന്നും നമുക്കറിയാം കോസ് 2 തീറ്റയുടെ ഫോർമുല 2 cos square തീറ്റ -1. അങ്ങനെയാണെങ്കിൽ കോസ് 4 തീറ്റയെ നമുക്ക് അതുപോലെ എങ്ങനെ പറയാം? 2 cos square 2 തീറ്റ -1. അതിൻ്റെ വാല്യൂ എത്രയാ? 1/8 ആണ്. ദാറ്റ് ഈസ് 2 cos square 2 തീറ്റ ഈക്വൽ ടു 1/8 + 1 ദാറ്റ് ഈസ് 9/8 ആണ്. ദാറ്റ് ഈസ് cos square 2 തീറ്റ ഈക്വൽ ടു 9/16 എന്ന് കിട്ടും. ക്ലിയർ ആണോ? cos square 2 തീറ്റ ഈക്വൽ ടു 9/16 എന്ന് നമുക്ക് കിട്ടി. cos square 2 തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ കോസ് 2 തീറ്റയുടെ വാല്യൂ നോക്കൂ, അതിൻ്റെ റൂട്ട് വാല്യൂ എടുത്താൽ 3/4 എന്ന് കിട്ടും. ക്ലിയർ ആണോ? കോസ് 2 തീറ്റ 3/4 ആണ്. നോക്കൂ, കോസ് 2 തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 2 cos square തീറ്റ -1. അതിൻ്റെ വാല്യൂ എത്രയാ? 3/4. നോക്കൂ, അങ്ങനെയാണെങ്കിൽ 2 cos square തീറ്റയുടെ വാല്യൂ എത്രയാ? 3/4 + 1 ദാറ്റ് ഈസ് 7/4. cos square തീറ്റയുടെ വാല്യൂ എത്രയാ? 7/8 ആണ്. ദാറ്റ് മീൻസ് കോസ് തീറ്റയുടെ വാല്യൂ എത്രയാ? റൂട്ട് 7/2√2 ആണ്. കോസ് തീറ്റയുടെ വാല്യൂ നമുക്ക് കിട്ടി. കോസ് തീറ്റയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ട്രയാങ്കിൾ വരയ്ക്കുന്നു. ഓക്കെ, ട്രയാങ്കിളിനകത്ത് കോസ് തീറ്റ നോക്കൂ, ഇവിടെ ഇത് തീറ്റയാണെങ്കിൽ കോസ് തീറ്റ 2√2 ഇത് റൂട്ട് 7 എന്ന് കൊടുത്താൽ അവിടെ ഓപ്പോസിറ്റ് സൈഡായിട്ട് വരുന്നത് 7 മൈനസ് നോക്കൂ 7 നോക്കൂ വാല്യൂസ് ഞാനൊന്ന് എഴുതാം. ഇവിടെ റൂട്ട് 7 ആണ്, ഇവിടെ 2√2 ആണ്. ദാറ്റ് ഈസ് 8 മൈനസ് 7 1 ആണ് നമുക്ക് അവിടെ വരുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് ടാൻ തീറ്റയുടെ വാല്യൂ എത്രയാണോ കിട്ടുക? ടാൻ തീറ്റ ഈക്വൽ ടു 1/√7 എന്ന് കിട്ടിയില്ലേ?
tan theta equal to 1 by root 7. അങ്ങനെയാണെങ്കിൽ theta equal to tan inverse of 1 by root 7 എന്ന് കിട്ടിയോ? tan inverse of 1 by root 7. Yes. ഇനി നോക്കൂ, പുറമേ ഉള്ളത് tan ആണ്. That is tan of tan inverse of 1 by root 7 ന്റെ വാല്യൂ നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. 1 by root 7. The answer will be 1 by root 7. അപ്പോൾ ഇതിനെ പോസിബിൾ ആയിട്ടുള്ള വാല്യൂ ഏതാണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എ 1 by root 7. യെസ് കമൻറ്റ് ചെയ്യുന്നുണ്ട്, എല്ലാവർക്കും കിട്ടുന്നുണ്ട്. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? റെഡി? നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, the principal value of tan inverse of cot of 43 pi divided by 4. നോക്കൂ, tan inverse of cot of 43 pi divided by 4. നോക്കൂ, ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? This can be written as tan inverse of cot of, നോക്കൂ, 43 pi by 4നെ നമുക്ക് 10 pi plus 3 pi by 4 എന്ന് എഴുതാം. റെഡി അല്ലേ? ഇനി നോക്കൂ, 10 pi എന്ന് പറയുന്നത് 5 റെവല്യൂഷൻസ്, 5 റൊട്ടേഷൻസ് ആണ്. 5 റൊട്ടേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ tan ഇൻവേഴ്സ് ഓഫ് കോട്ട് ഓഫ് 3 pi by 4 എന്നുള്ള ടേമിലേക്ക് അത് റെഡ്യൂസ് ആയി. റെഡിയാണോ? ഇനി നോക്കൂ, 3 pi by 4 ആണുള്ളത്. പുറമേ ഉള്ളത് tan ഇൻവേഴ്സ് ആണ്, ഉള്ളിലുള്ളത് കോട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇൻവേഴ്സിനെ ചേഞ്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഉള്ളിലുള്ള ട്രിഗ്നോമെട്രിക് ഫംഗ്ഷനെ ചേഞ്ച് ചെയ്യാം. ടാനും കോട്ടും തമ്മിലുള്ള റിലേഷൻ നമുക്കറിയാം. ഇൻവേഴ്സ് ചേഞ്ച് ചെയ്യുമ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് പൈ ബൈ 2 ആണ്. എങ്കിൽ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യാം. അതല്ലെങ്കിൽ ഉള്ളിലുള്ള ടേമിനെ ഞാൻ ചേഞ്ച് ചെയ്യുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് കോട്ട് തീറ്റ എന്ന് പറയുന്ന ടാൻ പൈ ബൈ 2 മൈനസ് തീറ്റ, അല്ലെങ്കിൽ കോട്ട് പൈ ബൈ 2 മൈനസ് തീറ്റ എന്ന് പറയുന്ന ടാൻ തീറ്റ. ആ രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റുമ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ടാൻ ഓഫ് പൈ ബൈ 2 മൈനസ് 3 pi by 4 എന്ന് എഴുതാം. റെഡി അല്ലേ? യെസ്, ടാൻ ഇൻവേഴ്സും ടാനും ക്യാൻസൽ ചെയ്താൽ പൈ ബൈ 2 മൈനസ് 3 pi by 4, 90 മൈനസ് 135, ആൻസർ മൈനസ് 45 ഓർ മൈനസ് പൈ ബൈ 4 എന്നാണ് ആൻസർ വരുന്നത്. മൈനസ് പൈ ബൈ 4 ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ് വരുന്നത്. തെറ്റിക്കരുത്, ഓപ്ഷൻ സി ആണ് വരുന്നത്. മൈനസ് പൈ ബൈ 4 ആണ്, തെറ്റിക്കരുത്. ഓപ്ഷൻ സി ആണ് മൈനസ് പൈ ബൈ 4. ക്ലിയർ അല്ലേ? റെഡിയാണോ? യെസ്, റെഡിയാണോ മക്കളെ? ബി ഡി ഒക്കെ പറയുന്നുണ്ട്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, നോക്കൂ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ദ ഡൊമെയിൻ ഓഫ് ദി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 3 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 9 മൈനസ് എക്സ് സ്ക്വയർ. മുകളിൽ ഒരു ഇൻവേഴ്സ് ഫംഗ്ഷൻ, താഴെ ഒരു സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ. നമുക്കറിയാം ഇൻവേഴ്സ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്യുന്നത് മൈനസ് 1ന്റെയും 1ന്റെയും ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മൈനസ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് മൈനസ് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആയിരിക്കും. നോക്കൂ, ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സിന് ഒരു വാല്യൂ കിട്ടും. നോക്കൂ, ഇവിടെ ഞാൻ 3 ആഡ് ചെയ്യുകയാണെങ്കിൽ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡിനോമിനേറ്ററിലുള്ള ടേം അതൊരിക്കലും 0 ആവാൻ പാടില്ല. റൂട്ട് ആയതുകൊണ്ട് റൂട്ടിനകത്ത് ഒരിക്കലും നെഗറ്റീവും വരാൻ പാടില്ല. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം 9 മൈനസ് എക്സ് സ്ക്വയർ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ 9 മൈനസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0, ദാറ്റ് ഈസ് 9 ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ. 9 ഗ്രേറ്റർ ദാൻ എക്സ് സ്ക്വയർ ഓർ എക്സ് സ്ക്വയർ ലെസ് ദാൻ 9. എക്സ് സ്ക്വയർ ലെസ് ദാൻ 9 എന്ന് പറയുമ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് പറയാം മൈനസ് 3യുടെയും 3യുടെയും ഇടയിലായിരിക്കണം. ഓപ്പൺ ഇൻ്റർവെൽ മൈനസ് 3, 3 ആയിരിക്കണം. റെഡി അല്ലേ? ഇനി നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നോക്കൂ, മൈനസ് 3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 ആണ്. നേരത്തെ നമ്മൾ എക്സിൻ്റെ വാല്യൂ 2ന്റെയും 4ന്റെയും ഇടയിലാണ്. 2ഉം 4ഉം ഇൻക്ലൂഡഡ് ആണ്. ഈ കേസിൽ മൈനസ് 3യും 3യും എക്സ്ക്ലൂഡഡ് ആണ്. ഇവ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ന്യൂമറേറ്ററിലുള്ള ഒരു വാല്യൂ, ഡിനോമിനേറ്ററിലുള്ള ഒരു വാല്യൂ, ഇവ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മുടെ ടോട്ടൽ റിസൾട്ട് എന്ന് പറയുന്നത്. നോക്കൂ, ഇവ രണ്ടിൻ്റെയും ഇന്റർസെക്ഷൻ എന്തായിരിക്കും? കോമൺ റീജിയൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ. ഇവ രണ്ടിൻ്റെയും കോമൺ റീജിയൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇന്റർവെൽ 2, ഓപ്പൺ ഇന്റർവെൽ 3 ആയിരിക്കും. റെഡിയാണോ? യെസ്, നമുക്ക് പറയാം ക്ലോസ്ഡ് ഇന്റർവെൽ 2, ഓപ്പൺ ഇന്റർവെൽ 3 ആയിരിക്കും. ഏതാണ് ഓപ്ഷൻ? ഏതാണോ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ?
റെഡി അല്ലേ? യെസ്, ഓക്കെ, യെസ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലെറ്റ് എം ആൻഡ് ക്യാപിറ്റൽ എം റെസ്പെക്റ്റീവ്ലി be the minimum and maximum values of f of x. f of x is equal to sin inverse of 2x plus sin 2x plus cos inverse of 2x plus cos 2x എന്നാണുള്ളത്. നോക്കൂ, f of x എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? sin inverse of 2x plus cos inverse of 2x. sin inverse of x plus cos inverse of x നേരത്തെ നമ്മൾ പഠിച്ചു, പ്രോപ്പർട്ടി ആയിട്ട് പഠിച്ചല്ലോ. വാല്യൂ π/2 ആണ്. പ്ലസ് നെക്സ്റ്റ് ടേം എന്താണോ? സൈൻ 2x പ്ലസ് കോസ് 2x എന്നാണ്. ഓക്കെ, 0 to π/8 എക്സിന്റെ വാല്യൂ. 0 to π/8. ഞാൻ ഇവിടെ വാല്യൂസ് നമുക്കറിയാം. എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സ് എന്ന് പറയുന്നതിന്റെ മാക്സിമം വാല്യൂ, എ സൈൻ എക്സ് പ്ലസ് ബി കോസ് എക്സിന്റെ മാക്സിമം വാല്യൂ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ് അല്ലേ? അതുപോലെ മിനിമം വാല്യൂ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ ആണ്. അത് കംപ്ലീറ്റ് ഡൊമൈനകത്താണ്. ഇവിടെ നമുക്ക് കംപ്ലീറ്റ് ഇല്ല, 0 to π/8 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എത്രയായിരിക്കും? എഫ് ഓഫ് 0 π/2 പ്ലസ് സൈൻ 0 0 ആണ്, കോസ് 0 1 ആണ്. ദാറ്റ് ഈസ് π/2 പ്ലസ് 1 ഓർ 1 പ്ലസ് π/2 എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് ടേം എഫ് ഓഫ് π/8 ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. എഫ് ഓഫ് π/8 എത്ര ആയിരിക്കും? π/2 പ്ലസ് നോക്കൂ, സൈൻ ഓഫ് 2 ടൈംസ് π/8 എന്ന് പറയുന്നത് π/4 ആണ്, പ്ലസ് കോസ് π/4 ആണ്. അങ്ങനെയാണെങ്കിൽ π/2 പ്ലസ് √2 പ്ലസ് √2 ദാറ്റ് ഈസ് 1/√2 പ്ലസ് 1/√2 2/√2 ദാറ്റ് ഈസ് √2 ആണ് വരുന്നത്. റെഡിയാണോ? ഇനി നോക്കൂ, അപ്പോൾ ഇവിടെ എഫ് ഓഫ് 0ന്റെ വാല്യൂ കിട്ടി, എഫ് ഓഫ് π/8. ഇതിനകത്ത് എഫ് ഓഫ് 0 എന്ന് പറയുന്നതാണ് നമുക്ക് എന്തായിട്ട് എടുക്കാം? എഫ് ഓഫ് 0 എന്ന് പറയുന്നത് നമുക്ക് മിനിമം വാല്യൂ ആയിട്ട് എടുക്കാം. എഫ് ഓഫ് π/8ന്റെ വാല്യൂ നമുക്ക് മാക്സിമം ആയിട്ട് എടുക്കാം. കാരണം 0 to π/8 എന്ന് പറയുന്ന ഇന്റർവെല്ലിനകത്ത് നമുക്ക് ആ ഒരു വാല്യൂ മാക്സിമവും മിനിമം ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം പ്ലസ് ക്യാപിറ്റൽ എം? ഇവിടെ നോക്കൂ, ഇതിനെ സ്മോൾ എം എന്നും ഇതിനെ ക്യാപിറ്റൽ എം എന്നും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എം പ്ലസ് ക്യാപിറ്റൽ എം? നോക്കൂ, 1 പ്ലസ് π/2 പ്ലസ് π/2 പ്ലസ് √2. ആൻസർ വിൽ ബി π/2 പ്ലസ് π/2 പൈ ആണ്. ദാറ്റ് ഈസ് പൈ പ്ലസ് 1 പ്ലസ് √2. പൈ പ്ലസ് 1 പ്ലസ് √2 ഏതാണോ? പൈ പ്ലസ് 1 പ്ലസ് √2. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? റെഡി അല്ലേ മക്കളെ? റെഡി. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ആൻസർ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. റെഡി. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 പ്ലസ് കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6 പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3π/4. ഇവിടെ നോക്കൂ, ആദ്യത്തെ ടേമിനെ ഞാൻ സോൾവ് ചെയ്യുന്നു. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3 വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2π/3. നോക്കൂ, 120 ഡിഗ്രിയാണ്. നമുക്കറിയാം അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് മൈനസ് π/2ൻ്റെ π/2ൻ്റെ ഇടയിലെ ആ ഒരു വാല്യൂയിലേക്ക് അതിനെ ചേഞ്ച് ചെയ്യുമ്പോൾ സൈൻ ഓഫ് പൈ മൈനസ് π/3 എന്ന് എഴുതാം. വിച്ച് ഈസ് ഈക്വൽ ടു സൈൻ പൈ മൈനസ് π/3 എന്ന് പറയുന്നത് സൈൻ π/3 തന്നെയാണ്. സെക്കൻഡ് ക്വാഡ്രന്റ് സൈൻ എന്താണ്? പോസിറ്റീവ് ആണ്. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ π/3. നമുക്ക് അവിടെ ആൻസർ π/3 എന്ന് കിട്ടി. ഓക്കെ, ഫസ്റ്റ് ടേം π/3. നെക്സ്റ്റ് ടേം കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6. ഓക്കെ, 7π/6 തേർഡ് ക്വാഡ്രന്റിലല്ലേ? അപ്പോൾ ആ ഒരു ആംഗിളിന് ഇപ്പോൾ നമുക്കറിയാം അവിടെ കോസ് നെഗറ്റീവാണ്. അപ്പോൾ ആ ഒരു ടേമിനെ നമ്മൾ റെഡ്യൂസ് ചെയ്യണം. ഏതിലേക്ക്? 0 to πയിലേക്ക്, അതായത് കോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ആംഗിളിലേക്ക് റെഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, ഞാനിവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് 7π/6നെ കോസ് ഓഫ് പൈ പ്ലസ് π/6 എന്ന് എഴുതാം. ഈ പൈ പ്ലസ് π/6 എന്ന് പറയുന്നതും കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് പൈ മൈനസ് π/6 എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? ഒരേ വാല്യൂ തന്നെയാണ്. ഇനി നോക്കൂ, നമുക്കിവിടെ കോസ് പൈ മൈനസ് π/6 എന്ന് പറയുന്നത് നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ചിനകത്താണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ്
കോസ് 5 പൈ ബൈ 6 എന്ന് വരും. അവിടെ നമുക്ക് ആൻസർ എന്ത് വരും? 5 പൈ ബൈ 6 എന്ന ആൻസർ വരും. ക്ലിയർ അല്ലേ? 5 പൈ ബൈ 6. നെക്സ്റ്റ് ടേം എന്താണോ? ടാൻ ഇൻവേഴ്സ് ഓഫ് ഓക്കെ, ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 പൈ ബൈ 4 ആണ്. റെഡി? അവിടെ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ 3 പൈ ബൈ 4നെ ടാൻ ഓഫ് പൈ മൈനസ് പൈ ബൈ 4 എന്ന് എഴുതാം. റെഡിയാണോ? പൈ മൈനസ് പൈ ബൈ 4. ടാൻ ഇൻവേഴ്സ് എക്സ് ഡിഫൈൻ ചെയ്തത് മൈനസ് പൈ ബൈ 2ന്റെയും പൈ ബൈ 2ന്റെയും ഇടയിലാണ്. നോക്കൂ, അവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ പൈ മൈനസ് പൈ ബൈ 4 മൈനസ് ടാൻ പൈ ബൈ 4 ആണ്. എഗെയിൻ അതിന് ഒന്ന് റെഡ്യൂസ് ചെയ്താൽ മൈനസ് ടാൻ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഓഫ് മൈനസ് തീറ്റയാണ്. നേരെ തിരിച്ചും നമുക്ക് പറയാം. അപ്പോൾ എങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ ഓഫ് മൈനസ് പൈ ബൈ 4 എന്ന് കൊടുക്കാം. അപ്പോൾ അവിടെ നമുക്ക് വരുന്ന വാല്യൂ എന്ന് പറയുന്നത് മൈനസ് പൈ ബൈ 4 ആണ്. അപ്പോൾ 3 ടേംസ് ഞാൻ അവിടെ സോൾവ് ചെയ്തു. ഫസ്റ്റത്തെ ടേം എന്ന് പറയുന്നത് എത്രയാണോ? ഫസ്റ്റ് പൈ ബൈ 3 ആണ്. പൈ ബൈ 3 പ്ലസ് നെക്സ്റ്റ് ടേം എന്താണോ? 5 പൈ ബൈ 6. നെക്സ്റ്റ് ടേം എന്താണോ? മൈനസ് പൈ ബൈ 4. നോക്കൂ, ഫസ്റ്റത്തെ ലാസ്റ്റത്തെ ടേം പൈ ബൈ 3 മൈനസ് പൈ ബൈ 4 ചെയ്യുന്ന സമയത്ത് 4 പൈ മൈനസ് 3 പൈ ഓൾ ഡിവൈഡ് ബൈ 3 ഇൻറ്റു 4 ദാറ്റ് ഈസ് നമുക്ക് അവിടെ പൈ ബൈ 12 എന്ന് വരും. ഈ രണ്ട് ടേം നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ പൈ ബൈ 12 എന്ന് വരും. പ്ലസ് നെക്സ്റ്റ് ടേം 10 പൈ ഡിവൈഡ് ബൈ 12 എന്ന് കൊടുത്താൽ നമുക്കവിടെ ആൻസർ 11 പൈ ബൈ 12 എന്ന് വരും. ദ ആൻസർ വിൽ ബി 11 പൈ ബൈ 12. കിട്ടിയോ? ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് 11 പൈ ബൈ 12. ക്ലിയർ അല്ലേ? ക്ലിയർ? റെഡി? യെസ്, 11 പൈ ബൈ 12. നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. സിഗ്മ ഓവർ n ഈക്വൽ ടു 1 to 50 ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 1 plus n into n square 1 by 1 plus n plus n square. നോക്കൂ, ഞാൻ ആ ടേമിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 1 plus n plus n square. ഈ ടേമിനെ നമുക്ക് ഒന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 1 by 1 പ്ലസ് നെക്സ്റ്റ് രണ്ട് ടേമിനകത്ത് എന്നിനെ കോമൺ ആയിട്ടാൽ n ഇൻറ്റു n പ്ലസ് 1 എന്ന് എഴുതിക്കൂടെ? ഇനി നോക്കൂ, മുകളിലുള്ള 1നെ എനിക്ക് എങ്ങനെ എഴുതാം? ടാൻ ഇൻവേഴ്സ് ഓഫ് 1 എന്ന് പറയുന്നത് n പ്ലസ് 1ൽ നിന്നും n മൈനസ് ചെയ്താൽ 1 അല്ലേ? ഡിവൈഡ് ബൈ 1 പ്ലസ് n ഇൻറ്റു n പ്ലസ് 1 ഓർ n പ്ലസ് 1 ഇൻറ്റു n എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഇനി നോക്കൂ, ഇത് ഏത് ഫോർമാറ്റിലാണ്? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. ഏതാണോ ഇക്വേഷൻ? ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ അല്ലേ? അപ്പോൾ ഇതിന് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് n പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് n എന്ന് എഴുതാം. റെഡിയാണോ? ടാൻ ഇൻവേഴ്സ് ഓഫ് n പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് ഓഫ് n. അങ്ങനെയാണെങ്കിൽ ഇവിടെ സിഗ്മ വാല്യൂ എന്ന് പറയുന്നത് എന്നിൻ്റെ വാല്യൂ 1 മുതൽ 50 വരെ കൊടുക്കണം. ടാൻ ഇൻവേഴ്സ് ഓഫ് n പ്ലസ് 1 മൈനസ് ടാൻ ഇൻവേഴ്സ് n നമ്മൾ സോൾവ് ചെയ്യുന്നു. അവിടെ സോൾവ് ചെയ്യുന്ന സമയത്ത് ടേംസുകൾ നമുക്ക് ആദ്യം n-ന് 1 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് 2 മൈനസ് ടാൻ ഇൻവേഴ്സ് 1. നെക്സ്റ്റ് ടേം n-ന് 2 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് 3 മൈനസ് ടാൻ ഇൻവേഴ്സ് 2 എക്സെട്ര. നോക്കൂ, ലാസ്റ്റ് ടേം n-ന് 50 കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ്, നോക്കൂ ലാസ്റ്റ് ടേം നമുക്ക് എന്ത് വരും? ലാസ്റ്റ് ടേം ഞാൻ ഇവിടെ എഴുതുന്നു. ടാൻ ഇൻവേഴ്സ് ഓഫ് n-ന് 50 കൊടുത്താൽ 50 പ്ലസ് 1 ദാറ്റ് ഈസ് 51 മൈനസ് ടാൻ ഇൻവേഴ്സ് 50 എന്ന് വരും. റെഡിയാണോ? ഇതിനകത്ത് നോക്കൂ, ടേംസുകൾ ഓരോന്നായിട്ട് ക്യാൻസൽ ചെയ്യാം. ടാൻ ഇൻവേഴ്സ് 2 ക്യാൻസൽ ആവും, ടാൻ ഇൻവേഴ്സ് 3 ക്യാൻസൽ ആവും, ആൻഡ് ലാസ്റ്റ് ടേം ടാൻ ഇൻവേഴ്സ് 50 വരെ നമുക്ക് അവിടെ ക്യാൻസൽ ആവും. ഇനി റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് 51 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ മൈനസ് ടാൻ ഇൻവേഴ്സ് 1 അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നേരെ ഫോർമുലയിലേക്ക് വരുന്നു. ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ, ടാൻ ഇൻവേഴ്സ് ഓഫ് 51 മൈനസ് 1 ഡിവൈഡ് ബൈ 1 പ്ലസ് 51 ഇൻറ്റു 1 ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 50 ഡിവൈഡ് ബൈ 52 എന്ന് വരും. റെഡിയാണോ? ഇതാണ് അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം. ഇനി നമുക്ക് വേണ്ടത് എന്താ? പുറമേ നമുക്ക് കോട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. ദാറ്റ് ഈസ് കോട്ട് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 50 ഡിവൈഡ് ബൈ 52. നോക്കൂ, ടാൻ ഇൻവേഴ്സ് എക്സിനെ നമുക്ക് കോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ
അവയുടെ റെസിപ്രോക്കൽ tan inverse x is equal to cot inverse 1 by x ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ cot inverse of 52 divided by 50 എന്ന് എഴുതാം. രണ്ട് ടേം ക്യാൻസൽ ആയി 52 divided by 50 നോക്കൂ അവിടെ ക്യാൻസൽ ചെയ്താൽ 26 divided by 25 എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. 26 divided by 25 ക്ലിയർ ആണോ? 26 divided by 25 ഏതാണോ ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി അല്ല വരുന്നത് കോട്ട് എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ അവിടെ വരുന്നത് കോട്ടാണ് പുറമേ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കണം. ആൻസർ വിൽ ബി 26 divided by 25. റെഡി? ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? യെസ്. നോക്കൂ അതേ ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യൻ ആണ്. tan inverse of 1 by 3 plus tan inverse of 1 by 7 plus tan inverse of 1 by 13 etc. എത്ര ടേംസ് ആണ്? 10 ടേംസുകളുടെ സമ്മ്. അതെന്താണ്? tan ഓഫ് അത് എസ് ആണെങ്കിൽ അതിൻ്റെ tan ഓഫ് എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എസ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നു. tan inverse of 1 by 3 എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാടോ? tan inverse of 1 by 3 എന്നുള്ളതിനെ tan inverse of നോക്കൂ 2 minus 1 divided by 1 plus 2 into 1 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താ? വിച്ച് ഈസ് ഈക്വൽ ടു tan inverse 2 മൈനസ് tan inverse 1 എന്ന് എഴുതിക്കൂടെ? tan inverse 2 മൈനസ് tan inverse 1. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടേം tan inverse of 1 by 7 എന്ന് പറയുന്നത് ഇതേ പാറ്റേണിൽ എഴുതുകയാണെങ്കിൽ അതെന്തായി മാറും നോക്കൂ? tan inverse of 3 minus 2 divided by 1 plus 3 into 2 എന്ന് എഴുതാം. റെഡിയാണോ? 3 into 2 6, 6 plus 1 7 ആണ്. Which is equal to tan inverse of 3 minus tan inverse of 2 ആണ്. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ അപ് ടു 10 ടേംസ് ആണ്. ഫസ്റ്റ് ടേമിനകത്ത് tan inverse 2 minus tan inverse 1. അങ്ങനെയാണെങ്കിൽ 10th ടേമിനകത്ത് എക്സെട്ര tan inverse 10th ടേമിനകത്ത് എന്തായിരിക്കും? tan inverse of നോക്കൂ 10 plus 1 that is 11 minus tan inverse of 10 ആയിരിക്കും ലാസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഇതുപോലെ നമ്മൾ എഴുതുകയാണെങ്കിൽ അതിൻ്റെ 10th ടേം എന്ന് പറയുന്നത് tan inverse of 11 മൈനസ് tan inverse of 10 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടോട്ടൽ സം അല്ലേ നമുക്ക് വേണ്ടത്? ദാറ്റ് ഈസ് ടോട്ടൽ സം tan inverse of 2 മൈനസ് tan inverse of 1 പ്ലസ് tan inverse of 3 മൈനസ് tan inverse of 2 പ്ലസ് എക്സെട്ര പ്ലസ് tan inverse of 11 മൈനസ് tan inverse of 10. ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്നത്. ഈ എസിനകത്ത് നോക്കൂ നേരത്തെ ചെയ്ത പോലെ ഇത് സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ലാസ്റ്റ് ടേം നോക്കൂ ഇവിടെ tan inverse 2 ക്യാൻസലായി, tan inverse 2 ക്യാൻസലായി, അങ്ങനെ എല്ലാ ടേംസ് ക്യാൻസലായി. ലാസ്റ്റ് നമുക്ക് tan inverse of 11 മൈനസ് tan inverse of 1 ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു tan inverse of എത്രയായിരിക്കണോ? 11 minus 1 divided by 1 plus 11 into 1 which is equal to tan inverse of 10 divided by 11 plus 1 that is 12 ആണ്. അതിനെ സിംപ്ലിഫൈ ചെയ്താൽ tan inverse of 5 divided by 6 എന്ന് കിട്ടും. ഓക്കെ, റെഡി? അങ്ങനെയാണെങ്കിൽ ഇതാണ് എസ്. നമുക്ക് വേണ്ടത് എസ് ആണോ? അല്ല, എസ് അല്ല. നമുക്ക് വേണ്ടത് എന്താണ്? tan of s ആണ്. tan of s ഈക്വൽ ടു tan inverse of 5 divided by 6. ആൻസർ എന്താണോ? നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 5/6. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് 5/6. ക്ലിയർ ആണോ? റെഡി? യെസ്, ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, റെഡി? ഇനി നോക്കൂ നെക്സ്റ്റ് അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് sin inverse of 12/13 minus sin inverse of 3/5. ഓപ്ഷൻസ് ശ്രദ്ധിക്കണേ. sin inverse of x minus sin inverse of y നമുക്ക് ഫോർമുല അറിയാലോ. sin inverse of x minus sin inverse of y. sin inverse of 12/13 minus sin inverse of 3/5. sin inverse of x minus sin inverse y എന്തായിരുന്നു? sin inverse of x into square root of 1 minus y square plus y into square root of 1 minus x square. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് this can be written as sin inverse of x എന്ന് പറയുന്നത് 12/13 ആണ് into square root of 1 minus y square എന്ന് പറയുമ്പോൾ ഇവിടെ 3/5 ആണ് y വരുന്നത്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റും? 4/. നമുക്ക് ട്രയാങ്കിൾ വേണമെങ്കിൽ വരയ്ക്കാം.
ആ ട്രയാങ്കിളിനകത്ത് അത് സിമ്പിളായിട്ട് കിട്ടും. നോക്കൂ, ഇവിടെ നമുക്ക് 3/5 എന്നുള്ളത് സ്ക്വയർ റൂട്ട് വാല്യൂ, സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് 4/5 ആണ് കിട്ടുന്നത്. റെഡിയാണോ? മൈനസ് ഓഫ് നെക്സ്റ്റ് എക്സ് ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 1 മൈനസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു 3/5 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ്, നോക്കൂ ഒരു ട്രയാങ്കിൾ, അതിനകത്ത് നമ്മൾ ഇത് 12 ഇത് 13 ആണെങ്കിൽ ഇത് 5 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂ നമുക്ക് എങ്ങനെ എഴുതാം? നോക്കൂ, സ്ക്വയർ റൂട്ട് വാല്യൂ നമുക്ക് 5/13 എന്ന് എഴുതാം. റെഡിയാണോ? അപ്പോൾ ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? സൈൻ ഇൻവേഴ്സ് ഓഫ് 48/65 മൈനസ് 15/65. ദാറ്റ് ഈസ് സൈൻ ഇൻവേഴ്സ് ഓഫ് 33/65. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സൈൻ ഇൻവേഴ്സ് ഓഫ് 33/65. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ നമുക്ക് ചേഞ്ച് ചെയ്തൂടെ? സൈൻ ഇൻവേഴ്സ് ഓഫ് എന്നുള്ളതിനെ നമുക്ക് π/2 മൈനസ് കോസ് ഇൻവേഴ്സ് ഓഫ് 33/65 എന്നതാ. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. പൈ മൈനസ് എന്നാണുള്ളത്, ഫോർത്ത് ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇനി നോക്കൂ, സൈൻ ഇൻവേഴ്സിലുള്ള ഈ ടേമിനെ നമ്മൾ കോസ് ഇൻവേഴ്സിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കുന്ന സമയത്ത് നോക്കൂ, ഈ ഒരു ട്രയാങ്കിൾ, അതായത് ഇത് 33/65 വരുന്ന സമയത്ത് ഈ ടേം 56 ആയിരിക്കും നമുക്ക് കിട്ടുക. അങ്ങനെയാണെങ്കിൽ തീറ്റയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? സൈൻ ഇൻവേഴ്സ് ഓഫ്, നോക്കണേ, സൈൻ ഇൻവേഴ്സ് ഓഫ് 33/65 can be written as cos inverse of 56/65 എന്ന് എഴുതാം. ഓക്കെ, കോസ് ഇൻവേഴ്സ് ഓഫ് 56/65. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ടേമിനെ നമുക്ക് എങ്ങനെ ചേഞ്ച് ചെയ്യാം? π/2 മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 56/65. π/2 മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 56/65. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? യെസ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. യെസ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ ബി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. റെഡി? യെസ്. ഇനി നോക്കൂ, അടുത്തൊരു ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് എക്സ് സാറ്റിസ്ഫൈങ് ദ ഇക്വേഷൻ സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് ഓഫ് 1 + x ഈക്വൽ ടു കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. നോക്കൂ, അകത്തുള്ള ടേം കോട്ട് ഇൻവേഴ്സ് ആണ്. ഞാനൊരു ട്രയാങ്കിൾ വരച്ചു. ആ ട്രയാങ്കിളിനകത്ത് കോട്ട് തീറ്റ മാർക്ക് ചെയ്യുന്നു. കോട്ട് തീറ്റ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 1 + x ആണ്. കോട്ട് എന്ന് പറയുന്ന അഡ്ജസ്റ്റൻറ്റ് സൈഡ് 1 + x, ഇത് 1. റെഡിയല്ലേ? അങ്ങനെയാണെങ്കിൽ അവിടെ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത് 1 + x സ്ക്വയർ പ്ലസ് 1 ആയിരിക്കും. റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ക്വസ്റ്റ്യനെ എങ്ങനെ മാറ്റി എഴുതാം? സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സിനെ സൈൻ ഇൻവേഴ്സിലേക്ക് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√1 + x² + 1 എന്ന് എഴുതാം. റെഡിയാണോ? വിച്ച് ഈസ് ഈക്വൽ ടു, റൈറ്റ് സൈഡിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് എക്സ് ആണുള്ളത്. ടാൻ ഇൻവേഴ്സ് എക്സ്, ഇപ്പോൾ ടാൻ തീറ്റ എന്ന് പറയുന്നത് എക്സ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ ഇവിടെ എക്സ് ഇത് 1, ഇത് സ്ക്വയർ റൂട്ട് ഓഫ് 1 + x² ആണ്. അങ്ങനെയാണെങ്കിൽ കോസ് ഇൻവേഴ്സ് ഓഫ് എക്സിന് പകരമായിട്ട് നമുക്ക് എന്താണ് വരിക? കോസിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ 1/√1 + x² ആണ്. ഇവിടെ നോക്കൂ, സൈനും സൈൻ ഇൻവേഴ്സും ക്യാൻസലായി, കോസും കോസ് ഇൻവേഴ്സും ക്യാൻസലായി. അപ്പോൾ ഇനി നമുക്കുള്ളത് 1/√, ഇവിടെ സ്ക്വയർ ചെയ്താൽ x² + 2x + 1, ഒരു 1 കൂടി അവിടെ ഉണ്ട്, +2 ഈക്വൽ ടു 1/√x² + 1. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്ത് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും, x² + 1 ഈക്വൽ ടു x² + 2x + 2. റെഡിയാണോ? ഇവിടെ x² നമുക്ക് ക്യാൻസൽ ചെയ്യാം. x² ക്യാൻസൽ ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2xൻ്റെ വാല്യൂ നോക്കൂ, 1 - 2 ദാറ്റ് ഈസ് -1. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എത്രയാണോ? -1/2 ആണ്. വാല്യൂ ഓഫ് എക്സ് ആണ് ചോദിക്കുന്നത്. വാല്യൂ ഓഫ് എക്സ്, ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന വാല്യൂ ഓഫ് എക്സ് എത്രയാണോ? -1/2. ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ക്ലിയർ ആണോ? ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. -1/2. റെഡിയല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ ആണ്. സോ നമ്മുടെ ക്ലാസ് ഇത്രയുമാണ്.
നമ്മൾ ഇന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തു. പ്രോപ്പർട്ടീസ് ആണ് നമ്മുടെ ഈ ചാപ്റ്ററിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത്. ആ പ്രോപ്പർട്ടീസ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഇല്ല.